നമസ്കാരം. സംസ്ഥാനത്ത് ഏപ്രിൽ രണ്ടാം വാരം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. LDFും UDFും BJPയുമെല്ലാം ജാഥകളും യാത്രകളുമായി സജീവമായി കഴിഞ്ഞു. മറ്റൊരു വശത്ത് സ്ഥാനാർത്ഥി ചർച്ചകളും തകൃതിയായി നടക്കുന്നു. നിലവിലുള്ള ജനപ്രതിനിധികൾ മാറ്റുരയ്ക്കുമോ അതോ പഴയവർ മാറി പുതുമുഖങ്ങൾ തെരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങുമോ തുടങ്ങിയ ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. അതിനിടെ റിപ്പോർട്ടർ TVയിൽ വന്ന ഒരു വിശകലനവും അതിനോടുള്ള ഉടുമ്പൻചോല MLAയും മുൻ മന്ത്രിയുമായ MM മണിയുടെ പ്രതികരണവും കൗതുകമായി. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം MM മണി മത്സരിച്ചേക്കില്ല എന്നായിരുന്നു ചാനൽ റിപ്പോർട്ട് ചെയ്തത്. മണിയുടെ മകളും രാജക്കാട് ഏരിയ സെക്രട്ടറിയുമായ സുമാ സുരേന്ദ്രൻ മത്സരിച്ചേക്കുമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷൈല സുരേന്ദ്രനും പരിഗണനയിലുണ്ടെന്നും റിപ്പോർട്ടർ TV ബിഗ് ബ്രേക്കിംഗിന്റെ താഴെ സാക്ഷാൽ മണിയാശാൻ തന്നെ കമന്റുമായി എത്തി. ഇന്ന് കമ്മിറ്റിക്ക് പോകണ്ടല്ലോ, റിപ്പോർട്ടർ കണ്ടാൽ മതിയല്ലോ എന്നായിരുന്നു സ്മൈലിയുടെ അകമ്പടിയോടെ MM മണിയുടെ കമന്റ്. ഉടുമ്പൻചോലയിൽ കഴിഞ്ഞ തവണ മന്ത്രി MM മണിക്ക് വൻ വിജയമായിരുന്നു. 25,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് MM മണി ഉടുമ്പൻചോല മണ്ഡലം നിലനിർത്തിയത്. മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ടാണ് MM മണി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 2016-ൽ വെറും 1,109 വോട്ടുകൾക്കായിരുന്നു മണിയുടെ ജയം. ആ ഭൂരിപക്ഷമാണ് 10,000 വർദ്ധിപ്പിച്ച് മിന്നും ജയം നേടിയത്. 2025 ഏപ്രിലിൽ മധുരയിൽ 24-ാം പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനിടെ MM മണിക്ക് ഹൃദയാഘാതമുണ്ടാവുകയും അപ്പോളോ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. ഇക്കാരണത്താലാണ് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മണിയാശാൻ വീണ്ടും മത്സരിക്കില്ലെന്ന പ്രചരണം. അതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ LDFന്റെ പരാജയത്തെക്കുറിച്ചുള്ള MM മണിയുടെ പ്രതികരണം വിവാദമായിരുന്നു. ജനങ്ങൾ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി പണി തന്നുവെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തോൽവിക്ക് കാരണമെന്തെന്ന് പഠിക്കുമെന്നും തിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനിടെ ഇടതുപക്ഷം കനത്ത തിരിച്ചടി നേരിടുന്നതിനിടെ വിവാദ പരാമർശവുമായി MM മണി MLA രംഗത്ത് വന്നത് വലിയ വിവാദമായി മാറിയിരുന്നു. ക്ഷേമ പെൻഷനും മറ്റും വാങ്ങി നല്ല ഭംഗിയായി ശാപ്പാട് കഴിച്ച ആളുകൾ തങ്ങൾക്കെതിരായി വോട്ട് ചെയ്തു എന്നായിരുന്നു മണിയുടെ പ്രതികരണം. വിവാദമായതോടെ നിലപാട് തിരുത്തി MM മണി രംഗത്ത് വരികയും ചെയ്തു. അങ്ങനെയൊരു പ്രതികരണം വേണ്ടിയിരുന്നില്ല. ഇപ്പോഴത്തെ വികാരത്തിൽ പറഞ്ഞതാണ്. ജനങ്ങൾ മാറി ചിന്തിക്കാൻ സർക്കാർ എന്തെങ്കിലും കാരണമായെന്ന് വിശ്വസിക്കുന്നില്ല. അന്നത്തെ വികാരത്തിൽ പറഞ്ഞതാണ്. MA ബേബി പറഞ്ഞതാണ് പാർട്ടിയുടെ നിലപാട് എന്നൊക്കെ പറഞ്ഞ് അത് തിരുത്തിക്കൊണ്ട് MM മണി രംഗത്ത് വരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു.